ഹലോ, ഇതായിരുന്നു ഇന്നത്തെ കണി. ഈ തണുപ്പങ്കാലത്തെ ടെമ്പിൾ വിസിറ്റും കഴിഞ്ഞ് വന്നതാണ് ബർത്ത്ഡേ ഗേൾ. എൻ്റെ മുഖത്തെ സഹതാപം കണ്ടുള്ള പുച്ഛമാണ് കണ്ടത്. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഡാൻസ് ക്ലാസ് ആണ്. അപ്പോൾ പിന്നെ 2 കറക്കം നിർബന്ധം. ആൾക്ക് ഇതൊക്കെ ഇഷ്ടമാണ് കേട്ടോ. നോട്ട് എ മടിച്ചി ലൈക്ക് മീ. കിച്ചൺ ഡ്യൂട്ടി തകൃതിയായി നടക്കുന്നുണ്ട്. മെയിൻ 2 ഐറ്റം പായസം ആൻഡ് സാമ്പാർ അതെൻ്റെ കുത്തകയാണ് ഗൈസ്. സോ അതിൽ കൈവയ്ക്കരുതെന്ന് സ്ട്രിക്റ്റ് ഓർഡർ കൊടുത്തിട്ട് നമ്മൾ നേരെ പോകുന്നത് ടൈറ്റാൻ്റെ ഷോറൂമിലേക്കാണ്. ഫോർ സം റീസൺ നമുക്ക് ഗിഫ്റ്റ് നേരത്തെ മേടിച്ച് വയ്ക്കാൻ പറ്റിയില്ല. ബട്ട് ഇച്ചുന് വാങ്ങിയപ്പോൾ തന്നെ ഈ വാച്ച് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരുന്നു. ഇൻ കേസ് ചേഞ്ച് ചെയ്യേണ്ടി വന്നാലോ എന്ന് കരുതിയാണ് അന്ന് എടുക്കാതിരുന്നത്. ടോം ആൻഡ് ജെറി നമ്മളെപ്പോലെ തന്നെ അവളുടെയും ഫേവറേറ്റ് കാർട്ടൂണാണ്. സോ അത് തന്നെയാണ് എടുത്തത്. ഇതെൻ്റെ ബർത്ത്ഡേ മന്ത് ആയതുകൊണ്ടും സെക്കൻഡ് പർച്ചേസ് ആയതുകൊണ്ടും നമുക്ക് ഡിസ്കൗണ്ടും കിട്ടിയിട്ടോ. വീട്ടിലെത്തിയതും നേരെ പോയത് സാമ്പാറും പായസവും വയ്ക്കാനാണ്. എല്ലാം റെഡി. ദേ ഇത് നോക്കിയേ, ഇതെൻ്റെ ഫേവറേറ്റ് സീനാണ് കേട്ടോ. സദ്യ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റാണ്. പ്രത്യേകിച്ച് അമ്മ ഉണ്ടാക്കുന്ന ഐറ്റംസ്. അതിലും ടേസ്റ്റിൽ സദ്യ കിട്ടുന്നത് എനിക്ക് വളരെ കുറവാണ്. ഫോർ മീ കേട്ടോ. ബിക്കോസ് ഓരോരുത്തരുടെയും ടേസ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. ഈ സദ്യ കഴിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും തന്നെ ഞാൻ പാഴാക്കാറില്ല. കേക്ക് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു കേട്ടോ. കാരണം ബർത്ത്ഡേ കേക്ക് വാങ്ങുന്നില്ലെന്നാണ് നമ്മൾ ആളോട് പറഞ്ഞിരുന്നത്. ബർത്ത്ഡേക്ക് ഈ കേക്ക് എന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഗസ്റ്റ് ആണെന്ന് ചിന്തിക്കാനുള്ള ഏജ് ആകാത്തത് കൊണ്ടാവും ആൾ ഫുൾ കൺഫ്യൂഷൻ ആയിരുന്നു, കേക്ക് ഉണ്ടാകുമോ ഇല്ലയോ എന്നൊക്കെ. ഫൈനലി ഇത് കണ്ടപ്പോൾ ആൾ ഭയങ്കര ഹാപ്പി ആയി കേട്ടോ. നമ്മുടെ മനസ്സങ്ങ് നിറയുമല്ലേ ഇങ്ങനെ ഓരോ സർപ്രൈസ് കൊടുക്കുമ്പോഴും അവരുടെ ഈ ഹാപ്പിനെസ്സൊക്കെ കാണുമ്പോൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത്. ഞാനിപ്പോൾ ആലോചിക്കുമായിരുന്നു, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഐഷു. നമ്മൾ ഒന്നിച്ചാണ് കരിയറൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾ 2 പേരും ഒരേ വൈബായിരുന്നു. എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ബർത്ത്ഡേ ഒക്കെ ഉണ്ടെന്നറിയുമ്പോൾ നമ്മൾ ഫുൾ പ്ലാനിങ്, ഗിഫ്റ്റ്, സർപ്രൈസോ ഒന്നും പറയണ്ട. വലിയൊരു എഫേർട്ട് വേണം കേട്ടോ അതിന് പിന്നിൽ. ബട്ട് അതിൻ്റെ റിസൾട്ട് അടിപൊളിയായിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരെ സെലിബ്രേറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ചുറ്റുമുള്ളവരിൽ മെജോറിറ്റിയും ആ വൈബല്ല. എനിവേസ് കേക്ക് Happy birthday, happy birthday, happy birthday to you. ഇത് അവനീയ ശങ്കർ, എൻ്റെ ചേച്ചിയുടെ മോളാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവളുടെ ഒരു പിക്ക് സ്റ്റാറ്റസ് ഉണ്ടാകാൻ നോക്കിയാൽ പോലും എനിക്ക് തൃപ്തിയായൊരു ക്യാപ്ഷൻ കിട്ടാറില്ല. അത്രയ്ക്കും ഇമോഷണലി അറ്റാച്ച്ഡാണ് ഞാൻ ഇവളോട്. നമ്മുടെ ഫാമിലിയിൽ നമുക്ക് ഫേവറേറ്റ്സ് ആയിട്ടുള്ള ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. പക്ഷേ എൻ്റെ കുഞ്ഞ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ കയ്യിലേക്ക് കിട്ടിയ ഫസ്റ്റ് ബേബി ഇവളാണ്. ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ പോലും അവളെക്കുറിച്ച് പറയാൻ എനിക്ക് ഈ ഡയലോഗ്സ് വരുന്നില്ല എന്നതാണ് സത്യം. ഏയ് ഒരു മിനിറ്റ്. ആരൂന് ബേക്കറി ഐറ്റംസ് ഒക്കെ കൊടുക്കുന്നത് ഭയങ്കര ലിമിറ്റഡ് ആണ് കേട്ടോ. 2 വയസ്സ് വരെ ഒട്ടും കൊടുക്കാറില്ലായിരുന്നു ഞാൻ എന്നേ എനിക്ക് പറയാനാവൂ. ഈ ഗ്രാൻഡ് പാരൻസിനോടെ കൊടുക്കണ്ട എന്ന് പറയുന്നതിൽ കാര്യമുണ്ടോ എന്നെനിക്കറിയില്ല. അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം അവർ നമ്മളെ വളർത്തിയ കാലത്ത് നമ്മളിതെല്ലാം കഴിച്ചാണ് വളർന്നത്. പക്ഷേ പ്രശ്നം ഇന്നത്തെ ഫുഡിൻ്റെ ക്വാളിറ്റിയിലാണ്. പല ഐറ്റംസും അവരുടെ ബിഹേവിയറിനെ തന്നെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുമോ? ഇപ്പോൾ എല്ലാവരുടെ ഒന്നിച്ചിരുന്ന് കഴിക്കുമ്പോഴേ ഒരു ബിഗ് നോ പറഞ്ഞ് അവനെ മാത്രം മാറ്റി നിർത്തുന്നത് ഈ ഒരു ഏജ് മുതൽ ശരിയാവില്ല എന്നതുകൊണ്ട് മാത്രമാണ് കുറച്ചെങ്കിലും നമ്മൾ അവന് കൊടുത്തു തുടങ്ങിയത് കേട്ടോ. ഉയ്യോ, ടോപ്പിക്ക് മാറിപ്പോയല്ലേ. ഇവരുടെ ഏജിലെ ഇതൊക്കെ ഇവർക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അല്ലേ. കേക്ക്, ഡെക്കറേഷൻസ്, ഗിഫ്റ്റ്. പോത്ത് പോലെ വളർന്ന് എനിക്ക് തന്നെ ഇതൊക്കെ ഇപ്പോഴും എക്സൈറ്റിംഗ് ആണ്. അപ്പോൾ പിന്നെ ഇവരുടെ കാര്യം പറയണ്ടല്ലോ. ഈ കൊടുത്തിരിക്കുന്ന എല്ലാ ഗിഫ്റ്റ്സും അവളുടെ ഫേവറേറ്റ്സ് ആണ് കേട്ടോ. ഞാനേ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്. അവനിക്ക് നമ്മൾ എന്ത് വാങ്ങിക്കൊടുത്താലും, ലൈക്ക് വളരെ നോർമലായിട്ടൊരു ചെറിയ ഐറ്റം വാങ്ങിക്കൊടുത്താൽ പോലും അവൾ നമുക്ക് തരുന്നൊരു റിയാക്ഷനുണ്ട്. അവൾക്കത് ശരിക്കും ഇഷ്ടമായതുകൊണ്ട് മാത്രമാണോ അവളിങ്ങനെ റിയാക്ട് ചെയ്യുന്നത് എന്നെനിക്കറിയില്ല. നമ്മൾ കൊടുക്കുന്ന സാധനം ചെറുതാണേലും വലുതാണേലും അവൾക്ക് ഇഷ്ടമുള്ളതാണേലും അല്ലെങ്കിലും ഒക്കെ അവൾ തരുന്ന ഒരു പോസിറ്റീവ് റിയാക്ഷൻ ഉണ്ടല്ലോ, അത് മേടിച്ച് കൊടുത്ത നമ്മൾക്ക് അത് ഭയങ്കരമായിട്ടൊരു സാറ്റിസ്ഫാക്ഷൻ തരും. നമുക്ക് കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു സാധനങ്ങളെ വരെ റെസ്പെക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് നല്ലൊരു ക്വാളിറ്റിയാണല്ലേ. കുഞ്ഞുങ്ങളധികവും ഇവയെല്ലാം കണ്ടുപിടിക്കുന്നത് അവരുടെ ചുറ്റുപാടുകളിൽ നിന്നാണ്. ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ നമ്മളിപ്പോഴും കുഞ്ഞുങ്ങളെ ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യും. പക്ഷേ ഒരു ഗുഡ് ക്വാളിറ്റി അവരിൽ ഉണ്ടാക്കിയെടുക്കാൻ എഫേർട്ട് ഇടുന്ന പാരൻസിനെ നമ്മൾ ആരും അപ്രിഷ്യേറ്റ് ചെയ്ത് കാണാറില്ല. ഇത് ഞാനൊരു അമ്മയായപ്പോൾ പല അവസരങ്ങളിലും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. എനിവേസ്, നിങ്ങളിപ്പോൾ കാണുന്നതേ ഒരു പെർഫെക്റ്റ് സീനാണ് കേട്ടോ.
നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു റിയൽ ലൈഫ് ടോമിനെയും ജെറീനെയുമാണ്. ഇവർ രണ്ടുപേരും ശരിക്കും ഒരു ടോം ആൻഡ് ജെറി കോംബോ ആണ് കേട്ടോ. നേരിട്ട് കണ്ടാൽ അടിയും വഴക്കും മാന്തലും ഒന്നും പറയണ്ട. ബട്ട് അത്രയധികം അറ്റാച്ച്മെൻറ്റും ഉണ്ട് കേട്ടോ. എപ്പോഴും അവന് പറയുന്നൊരു ഡയലോഗുണ്ട്, ഏയ് അതൊന്നും കുഴപ്പമില്ല, നമുക്കത് കുട്ടുപ്പയോട് പറയാം. എന്തൊക്കെ പറഞ്ഞാലും കുട്ടുപ്പയ്ക്ക് അവനിനെ ഭയങ്കര ഇഷ്ടമാണെന്ന്. ജെറിക്കൊരു സ്ട്രഗിൾ വരുമ്പോൾ മുഖം വാടുന്ന ടോമില്ലേ, അത് തന്നെ കഥ. അവനിയുടെ ഒരു ഫേവറേറ്റ് ഫ്രണ്ടാണ് അവനിയുടെ അച്ചച്ചൻ കേട്ടോ. ആളുമായി കുറേ നേരം ഗെയിംസും ഡാൻസും ഒക്കെ ആയിരുന്നു പിന്നത്തെ പരിപാടി. ആളിപ്പോൾ ഭയങ്കര ടയേർഡാണ്. എന്നാലും ഒരു ഇൻ്റർവ്യൂവിന് സ്കോപ്പ് ഉണ്ടോ എന്ന് നോക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു ബർത്ത്ഡേ? എന്താ ബർത്ത്ഡേയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ആ എന്തൊക്കെ? ഹാപ്പിയായോ? എല്ലാത്തിനും ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.